വന്നോ. ആ ബഷീറിന്റെ വീടേതാ? അതിന് അവനീടെ ഇങ്ങോട്ട് വരാറില്ല സാർ, വീട് കൂട്ടി കിടക്കുക. ആ മച്ചനെ തീപ്പിടി ഒന്ന് കൊള്ളങ്ങനുണ്ട്. കൊള്ളാവോ? ആ ബഷീർന്നല്ലേ പേര്? എങ്ങനെ അറിഞ്ഞു? ഒന്ന് ചുമ്മാ അറിയുന്നേ, എല്ലാ കാര്യങ്ങളും എനിക്കറിയാടോ. ബോഡിയുടെ സ്കളിൽ നിന്നും കിട്ടിയ ബുള്ളറ്റാണിത്. ഇതാണ് മരണത്തിനിടയാക്കിയെന്നതിന് സംശയമില്ല. ബുള്ളറ്റിലെ മാർക്കിംഗ്സ് നോക്കി ഉപയോഗിച്ച തോക്കിന്റെ ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാക്കാമല്ലോ. ഓഫ് കോഴ്സ്, അതിന്റെ ക്ലിയർ റിപ്പോർട്ട് ഞാൻ തയ്യാറാക്കി തരാം. അങ്ങനെയാണെങ്കിൽ തോക്കിന്റെ ഉടമയെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമായിരിക്കും. എന്തായി ഐസക്? ഫോറൻസിക് ലാബിൽ നിന്ന് റിപ്പോർട്ട് കിട്ടിയോ? ഇല്ല സാർ, എക്സാമിൻ ചെയ്യുന്നതേ ഉള്ളൂ. എന്റെ സംശയങ്ങളും മറ്റു ഹിൻസും അഡ്വക്കേറ്റ് പിള്ളയിലേക്കാണ് ലീഡ് ചെയ്യുന്നത്. അയാളെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് നന്നായിരിക്കും. ഓക്കെ, ബട്ട് ഡോണ്ട് ടേക്ക് എനി ഹേസ്റ്റി സ്റ്റെപ്സ്. അയാളുടെ സോഷ്യൽ സ്റ്റാറ്റസ് എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ ഐസകിന് അറിയാമല്ലോ. ആ യെസ്, 1 second, ഇറ്റ്സ് ഫോർ യു. ഹലോ, അതെയോ? ഞാനിതാ വരുന്നു. ലാബിൽ നിന്നാണ്. റിപ്പോർട്ടുമായി ഞാൻ ഉടനെ എത്താം. വാട്ട് ഡു യു മീൻ? ആൽബർട്ട് എന്ന ചെറുപ്പക്കാരനെ വെടിവെച്ചു കൊന്നത് നിങ്ങളല്ലേ? മിസ്റ്റർ പിള്ളേ, ഏതൊരു കുറ്റവാളിക്കും അറിയാതെ സംഭവിക്കാവുന്ന ഒരു ഓവർസൈറ്റ്. ദാറ്റ് ഈസ് അവർ ലൂപ്പ് ഹോൾ. അതിൽ ഒരർത്ഥത്തിൽ ദൈവത്തിന്റെ കൈയുണ്ടെന്നാണ് എന്റെ വിശ്വാസം. നിങ്ങൾക്ക് സംഭവിച്ചതും അത് തന്നെയാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല. ആൽബർട്ട് എന്ന ചെറുപ്പക്കാരന്റെ മരണത്തിനിടയാക്കിയത് നിങ്ങളുടെ കൈവശമുള്ള വെബ്ലി 32 എന്ന് പേരുള്ള ലൈസൻസ്ഡ് പിസ്റ്റളിലെ ബുള്ളറ്റ് അല്ലേ? നിങ്ങൾ ഈ പിസ്റ്റൾ വാങ്ങിയ റോഡ്രിക്സ് ആൻഡ് സൺസ് എന്ന കമ്പനി ബുള്ളറ്റിലെ മാർക്സ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. കൊലപാതക കുറ്റത്തിന് നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ ഇതിൽ കൂടുതൽ എന്ത് തെളിവുകൾ വേണം? യു ആർ എ ബ്രില്യന്റ്ലി സ്കീമിംഗ് ക്രിമിനൽ മിസ്റ്റർ ആർ കെ പിള്ളേ. നോ, ഞാൻ ആരെയും കൊന്നിട്ടില്ല. അത് തെളിയിക്കേണ്ടത് കോടതിയാണ്. അതെ, നമുക്ക് കോടതി വെച്ച് കാണാം. കാണാം മിസ്റ്റർ പിള്ളേ. നമ്മൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ എനിക്ക് ആകെ ചെയ്യാൻ കഴിയുന്നത് നിങ്ങൾക്കൊരു ഗുഡ് ലക്ക് ആശംസിക്കുക എന്നത് മാത്രമാണ്. ഓക്കേ? പിള്ളേച്ചന്
എന്താ ഇവിടെ? യു ബ്ലഡി ചീറ്റ്. എന്റെ റിവോൾവർ ഉപയോഗിച്ച് ആൽബർട്ട് എന്ന പയ്യനെ കൊന്നത് താനല്ലേ? അതെ, ഞാനാ കൊന്നത്. എന്താ? ഫ്രാൻസിസ്, ഐ വിൽ പുട്ട് യു ബിഹൈൻഡ് ദ ബാസ്. ഹേയ്, പരാക്രമമൊന്നും കാണിക്കാതെ. ആദ്യം ഉണ്ടായ കാര്യം സാവകാശം ഒന്ന് കേൾക്കും, എന്നിട്ട് മതി അറസ്റ്റും കോപ്പും ഒക്കെ. ഭരതൻ മേനോന് ഞാൻ പണം കൊടുക്കാമെന്ന് പറഞ്ഞ് അവസാനത്തെ ദിവസവും കഴിഞ്ഞ് ആകെ ഹെൽപ്ലെസ് ആയിട്ട് നിൽക്കുമ്പോഴാ തന്റെ ഫോൺ വരുന്നത്. എന്റെ അനിയനും പിള്ളേരും കൂടി മേനോന്റെ മോളെ റേപ്പ് ചെയ്തെന്നും ഞാൻ ഉടനെ വരണമെന്നും പറഞ്ഞു. നേരെ ഞാൻ തന്റെ വീട്ടിലെത്തി. ഞാനിപ്പോ എന്ത് ചെയ്യണമെന്നാ പിള്ള പറയുന്നത്? അതൊന്നും എനിക്കറിയില്ല. ഭരതൻ മേനോന്റെ കാല് പിടിച്ചെങ്കിലും ഈ പ്രശ്നം പരിഹരിച്ചേ പറ്റൂ. നിങ്ങൾക്കറിയാമല്ലോ ഞാനും ഭരതൻ മേനോനും തമ്മിലുള്ള പ്രോബ്ലംസ്. ഈ അവസ്ഥയിൽ ഞാൻ എങ്ങനെ അങ്ങനെ ഫേസ് ചെയ്യാനാ? എന്ന് പറഞ്ഞാൽ പറ്റുമോ? തന്റെ അനിയന്റെ കാര്യത്തിൽ അയാളുടെ ഭാഗത്തുനിന്ന് റിയാക്ഷൻ ഉണ്ടാകുന്നതിന് മുമ്പ് അത് ഒതുക്കി തീർത്തില്ലെങ്കിൽ ആകെ കുഴപ്പമാവുകയെ. ഒരു മിനിറ്റ്. റേപ്പ് കേസിൽ നിന്നും പിള്ളേരെ രക്ഷപ്പെടുത്തുന്ന കാര്യത്തെ പറ്റിയൊന്നും അല്ല ഞാൻ ചിന്തിച്ചത്. ഭരതൻ മേനോനെ ഒതുക്കാൻ ഇതിലും നല്ലൊരു ചാൻസ് ഇനി കിട്ടില്ലെന്ന് എനിക്കറിയാമായിരുന്നു. എത്രയും വേഗം ആൽബർട്ടിനെ കയ്യിൽ കിട്ടുക, അതായിരുന്നു എന്റെ ലക്ഷ്യം. എന്ത് തീരുമാനിച്ചു? ഞാൻ എന്തായാലും മേനോനൊന്ന് കണ്ടിട്ട് വരാം. അവന്റെ ബോഡി ഞാൻ മേനോന്റെ കാർ കൊണ്ടിട്ടു. മേനോനെ അറസ്റ്റ് ചെയ്യിക്കുകയായിരുന്നില്ല എന്റെ ഉദ്ദേശം. അയാളെ ബ്ലാക്ക്മെയിൽ ചെയ്യും. മേനോന്റെ വരവും പ്രതീക്ഷിച്ച് ഞാൻ വീടിന് പുറത്ത് വെയിറ്റ് ചെയ്തു. എന്താ മേനോ സാറേ ഇത്? അല്ല, അത് ഞാൻ സാരമില്ല, ഞാൻ ഒന്നും കണ്ടിട്ടില്ല. മകളുടെ ലവറാണല്ലേ. സാറിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും ഇതേ ചെയ്യൂ. ഫ്രാൻസിസ്, എനിക്കൊന്നും അറിയില്ല. പേടിക്കണ്ട, ഞാൻ വഴി ഒരു കുഞ്ഞും ഇതറിയാൻ പോകുന്നില്ല. സാർ ഒരു കാര്യം ചെയ്യണം, ഈ ബോഡി എവിടെയെങ്കിലും കൊണ്ടുപോയി താഴ്ത്താൻ നോക്കണം. അതിന് വേണ്ട വല്ല ഏർപ്പാടും വേണമെങ്കിൽ ഞാൻ ചെയ്തുതരാം. പിന്നെ എന്റെ പണത്തിന്റെ കാര്യത്തിൽ സാർ 2-3 മാസം സമയം കൂടി തന്നേ പറ്റൂ. ഞാൻ അതിനാ വന്നത്. അല്ല,
ഈ കാര്യം ഞാൻ ആരുടെ പറയാൻ പോകുന്നില്ല. മേനോ സാറിനെ കണ്ടോ? പ്രശ്നമൊന്നുമില്ല, എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഭരതൻ സാർ കംപ്ലൈന്റ് ഒന്നും പോവില്ല. ഇതാ ഇതെപ്പോ എടുത്തു താൻ? ഒരു ധൈര്യത്തിന്, പക്ഷെ ഉപയോഗിക്കേണ്ടി വന്നില്ല. എന്താ ഇപ്പൊ വിശ്വാസമില്ലേ? അന്ന് താൻ എന്നെ വിശ്വസിച്ചു. അവിടെയാണ് പിള്ളേച്ചാ തനിക്ക് അബദ്ധം പറ്റിയത്. തോക്ക് വാങ്ങി ബുള്ളറ്റിന്റെ എണ്ണം നോക്കുമ്പോ നിങ്ങൾ അറിഞ്ഞിരുന്നില്ല അതിലൊരു ബുള്ളറ്റിന്റെ കവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതിനകത്ത് ഷെല്ലില്ല എന്ന്. ഇനിയുള്ളത് പോലീസ് സ്റ്റേഷൻ പറയാം. പിള്ളേച്ചോ, പോലീസിന് എന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. കാരണം എന്റെ കൈ ശുദ്ധമാണ്. വെടിവെച്ച തോക്കും ബുള്ളറ്റും എല്ലാം തന്റേതായിരുന്നു. അപ്പൊ ആരാ അകത്താവുന്നത്? ഞാനൊരു അഡ്വക്കേറ്റ് ആണ്. തനിക്കെതിരായ തെളിവുകൾ എവിടെ എങ്ങനെ നൽകണമെന്ന് എനിക്കറിയാം. അതിന് താൻ ജീവനോടെ വെളിയിൽ പോയാലല്ലേ? ഇതാ കണ്ടോ, ഈ അവസ്ഥയിലായിരിക്കും താൻ ഇവിടുന്ന് പോകുന്നത്. You dirty bastard, I will kill you. കഴിവറ മോനെ, നീ ഒറ്റ ഒരുത്തൻ കാരണം 2 ചെറുപ്പക്കാരുടെ ജീവിതമാണ് തൊലഞ്ഞത്. ഞാനല്ല ഇതൊന്നും ചെയ്തു. പിന്നെ ആരാ? ഫ്രാൻസിസ്. ഫ്രാൻസിസോ? ഒരു കാരണവശാലും ഫ്രാൻസിസ് രക്ഷപ്പെടാൻ ഇടയാകരുത്. എത്രയും വേഗം പോലീസുമായി ഞാൻ വന്നോളാം.
Best of luck. Bye. See you. Carry on. റോയ്, ഇനി എന്താ നമ്മുടെ പരിപാടി? വേണ്ട, നമ്മുടെ എന്ന ബഹുവചനമൊന്നും വേണ്ട. അന്ന് നീ ജയിലിൽ വെച്ച് പറഞ്ഞതുപോലെ എനിക്ക് എന്റെ വഴി, നിനക്ക് നിന്റെ വഴി. നീ ഇടത്തോട്ടാണെങ്കിൽ ഞാൻ വലത്തോട്ട്, തിരിച്ചാണെങ്കിൽ അങ്ങനെ. നമ്മൾ തമ്മിൽ ഇനി ഒന്നിച്ചിരുന്നാൽ ശരിയാവത്തില്ല. ദാ, നമുക്ക് ഇവിടെ വെച്ച് പിരിയാം. ഇനി ഏത് വഴിക്കാണെങ്കിലും നിന്നോടൊപ്പം ഒരാളുണ്ടല്ലോ. ഗുഡ് ലക്ക്.